നമസ്കാരം. ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീ സലീം കുമാർ 1969 എറണാകുളം ജില്ലയിലെ വടക്കൻ പരവൂരിൽ ജനിച്ചു. 2026 ജൂൺ 6 അദ്ദേഹം അന്തരിച്ചു. സംഭവ ബഹുലമായ ഒരു ജീവിതമായിരുന്നു സലീം കുമാറിൻ്റേത്. സംഭവബഹുലമായ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനിൽ നിന്ന് മലയാള സിനിമയുടെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി മാറി ഏറ്റവും നല്ല അഭിനയത്തിന്, നമ്മുടെ രാജ്യത്തെ അഭിനയത്തിന് കിട്ടുന്ന പരമോന്നതമായ ബഹുമതിയാണ് ഭരത് അവാർഡ്. അദ്ദേഹത്തിന് ഭരത് അവാർഡ് നേടിക്കൊടുത്ത അഭിനയം ഇങ്ങ് താഴെ കേരളത്തിൻ്റെ മലയാളം എന്ന ഭാഷയിലെ ഒരു ചലച്ചിത്രത്തിലൂടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന നടനായി മാറിയ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഭിനയ പുരസ്കാരം ഭരത് അവാർഡ് നേടിയ സലീം കുമാർ. അതിനു മുമ്പ് തന്നെ ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറയുന്ന ചിത്രത്തിലൂടെ മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ്, സംസ്ഥാന അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. സലീം കുമാർ എന്ന് പറയുന്ന ഒരു നടന് അപ്പുറം അദ്ദേഹം മികച്ച ഒരു മിമിക്രി കലാകാരനായിരുന്നു, ഒരു നാടക നിർമ്മാതാവായിരുന്നു, ഒരു മിമിക്രി ട്രൂപ്പിൻ്റെ ഉടമസ്ഥനായിരുന്നു, ഒരു കൃഷിക്കാരനായിരുന്നു, ഒരു സിനിമ സംവിധായകനായിരുന്നു. എല്ലാവരോടും ചിരിച്ച മുഖത്തോട് മാത്രമേ സലീം കുമാർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. സലീം കുമാർ വളരെ സീരിയസ് ആയ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ചിരി, ആ ചിരി നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം വളരെ സീരിയസ് ആയ ഒരു മാറ്റർ അവതരിപ്പിക്കുന്നത്. ആരോടെങ്കിലും ദേഷ്യമോ പരിഭവമോ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ പറയേണ്ട കാര്യം പറയേണ്ട രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കും. ഞാനീ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലെ ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. ഒരു കോൺഗ്രസ് അനുഭാവിയായി അദ്ദേഹം മരണം വരെ കോൺഗ്രസ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ അദ്ദേഹത്തെ പല വേദിയിലും വെച്ച് പത്രക്കാർ ചോദ്യങ്ങളുടെ അമ്പുകൾ എയ്തിട്ടുണ്ട്. ആ അമ്പുകളൊക്കെ ഹൃദയപൂർവ്വം തടഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് സ്വതസിദ്ധമായ രീതിയിൽ നർമ്മത്തിൽ ചാലിച്ച മറുപടികൾ നൽകിയിട്ടുണ്ട്. അത്തരം മറുപടികളിൽ അദ്ദേഹം പല തവണ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിൻ്റെ വലിയ മഹത്വമൊന്നും കണ്ടിട്ടല്ല ഞാൻ കോൺഗ്രസ്സുകാരനായി ജീവിക്കാം എന്ന് തീരുമാനിച്ചത്. എൻ്റെ അച്ഛൻ മരണം വരെ ഒരു കോൺഗ്രസ്സുകാരനും സഹോദരൻ അയ്യപ്പൻ്റെ വഴിയെ നടന്ന ആളുമാണ് എൻ്റെ അച്ഛൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ അനുമോദിച്ചില്ല, പകരം കമ്മ്യൂണിസ്റ്റുകാരും അതിൻ്റെ യുവജന സംഘടനയുമാണ് എന്നെ അനുമോദിച്ചത് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ ആരെയാണ് പറയുന്നത് എന്ന് നോക്കാതെ മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ സലീം കുമാർ. ഈ പാമ്പിനെ കൊണ്ട് വലിയ ശല്യമല്ലോ, മനുഷ്യനെ കൊണ്ട് സോഡ കുറിപ്പിക്കില്ല, അങ്ങനെ മാറി കിടക്കുമേ. എടാ, നീ ഇത് മൂന്നാമത്തെ സോഡയാ കുടിക്കുന്നത്. ഗ്യാസ് കയറിയാ പിന്നെ ശിവന് താണോ മാടാൻ പറ്റിയതാ. ഗ്യാസിന് കയറാറിയെങ്കിൽ ഇറങ്ങി പോകാൻ വഴി അറിയാ. ആശാസനെ പാടോക്ക് അല്ലേ ശിവ, ഒരു ബീഡിങ് തന്നെ താരക്ക് തീ പിടിച്ചാലേ ഭീഷ്മര് പിന്നെ കരിഞ്ഞോൽക്കരനായി പോവും. അദ്ദേഹം എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ നിന്ന് മലയാളത്തിൽ ബിരുദം കരസ്ഥമാക്കിയതിന് ശേഷം കൊച്ചിൻ കലാഭവൻ എന്ന സമിതിയിലൂടെ അദ്ദേഹം മിമിക്രി രംഗത്തേക്ക് വന്നുവെങ്കിലും കൊച്ചിൻ സാഗർ എന്ന് പറയുന്ന അന്തരിച്ചുപോയ അബി നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ അബിയുടെ ഉടമസ്ഥതയിലുള്ള ആ മിമിക്രി ട്രൂപ്പിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷം സലീം കുമാർ എന്ന് പറയുന്ന ഒരു നടനെ, അല്ലെങ്കിൽ അഭിനേതാവിനെ ഏഷ്യാനെറ്റിലെ ഒരു പ്രോഗ്രാമിലൂടെ, കോമിക്കോള എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് ലോകമറിയുന്നതും
അദ്ദേഹത്തിൻ്റെ അഭിനയ ചാതുര്യം അല്ലെങ്കിൽ അഭിനയ സിദ്ധി ജനങ്ങൾ തിരിച്ചറിയുന്നതും പല സംവിധായകരും അദ്ദേഹത്തെ സമീപിക്കുന്നതും അങ്ങനെയാണ്. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടം പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. നമ്മൾ മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. സാറേ, മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. അത്രേ മതി. എടാ സ്റ്റുഡിയോവേ, എന്റെ സംഭാഷണം എടുത്തില്ലെങ്കണ്ടല്ല നിന്റെ സ്റ്റുഡിയോ. ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ, നമ്മ സിനിമയിലൊക്കെ സാറിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കാര്യം കൊണ്ടാ സാറൊക്കെ ജീവിച്ചു പോണത്. പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറയുന്ന സിനിമയിലെ ആ അഭിനയം തന്നെയാണ് സലീം കുമാർ എന്ന് പറയുന്ന നടൻ്റെ ഒരു ലെവൽ, അല്ലെങ്കിൽ സംവിധായകർ സലീം കുമാർ എന്ന് പറയുന്ന നടനിലേക്ക് പല കഥാപാത്രങ്ങളും വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് ഈ സിനിമയിലെ പ്രകടനത്തിലൂടെയാണ്. സലീം അഹമ്മദിൻ്റെ നാഷണൽ അവാർഡ് ലഭിച്ച ആ ഒരു കഥാപാത്രം സലീം കുമാർ ചെയ്ത് വളരെ മനോഹരമാക്കിയ ഹജ്ജിന് പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആ ഒരു അവസാന ഏടുകളാണ് സലീം കുമാറിന് നാഷണൽ അവാർഡ്, മികച്ച നടനുള്ള ഭരത് അവാർഡ് നേടിക്കൊടുത്തത്. സലീം കുമാർ ഒരു കാറ്റഗറിയിൽ ഒതുങ്ങി നിന്ന ഒരു നടനായിരുന്നില്ല. അതായത് കോമഡി വേഷങ്ങൾ മാത്രമോ, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ മാത്രമോ, അല്ലെങ്കിൽ ഒരു വില്ലൻ സ്വഭാവമുള്ള കഥാപാത്രം, അങ്ങനെ അദ്ദേഹം ഒതുങ്ങി നിന്നിട്ടില്ല. അദ്ദേഹം നിരന്തരമായി കിട്ടുന്ന വേഷങ്ങൾ മനോഹരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം സിനിമകൾ സംവിധാനം ചെയ്യാനായി മുന്നോട്ട് വന്നത്. സംവിധാനത്തിലും അദ്ദേഹം കൈവച്ചു. അതുപോലെ തിരക്കഥ രചന, അതിലും അദ്ദേഹം കൈവച്ചു. പിന്നെ എടുത്തു പറയാവുന്നുള്ളൊരു കാര്യമെന്ന് പറയുന്നത് പല പത്രങ്ങളിലും വാരാന്ത്യ പതിപ്പുകളിലും അദ്ദേഹം മനോഹരമായ ലേഖനങ്ങൾ എഴുതി വളരെ പ്രശംസ പിടിച്ചു പറ്റുകയുണ്ടായി. ഇരുത്തം വന്ന ഒരു സാഹിത്യകാരൻ്റെ രചനയെ കിടപിടിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. ദൈവമേ, ഏത് തെണ്ടിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത്? ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഒച്ചത്തിൽ വിളിക്കണമെന്ന്. ഈ എല്ല് ശരിയാവില്ല. ഈ പണ്ടാരം എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത്? നിന്റെ ഒടുക്കത്തെ എല്ല് പോയി. ആ എല്ലല്ല ഞാൻ ചോദിച്ചത്, ഈ എല്ലിന്റെ കാര്യോ? എല്ലോ അത് ഏഴല്ലേ? എടാ, പണിക്കിറങ്ങിട്ട് 5-8 കൊല്ലമായില്ലേ, ഇതുവരെ വെൽക്കം എഴുതാറിയാൻ പാടില്ലെങ്കിൽ നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാന് താർത്തേനെ. എറണാകുളത്ത് ഞാൻ പറഞ്ഞു വടക്കം പരവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചതെന്ന്. ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. തുടക്കകാലങ്ങളിൽ സാധാരണയായി ജീവിച്ച ഒരു കുടുംബത്തിൽ സാധാരണക്കാരനായി ജനിച്ച അദ്ദേഹം ജീവിതത്തിൽ തുടക്കകാലങ്ങളിലൊന്നും അങ്ങനെ ഒരു ഒരു സുഖലോലുപനായി ജനിച്ച ഒരു വ്യക്തിയെന്നോ, അല്ലെങ്കിൽ മിമിക്രി കലാകാരനായിട്ടൊക്കെ ജീവിച്ചു, അങ്ങനെ ധാരാളം പൈസയെല്ലാം കയ്യിൽ വന്നു, അങ്ങനെ ഒരു ലക്ഷറി ലൈഫോ അങ്ങനെയൊന്നുമില്ല. സലീം കുമാർ എന്ന് പറയുന്ന ഒരു നടനെ നമുക്കറിയാം. അദ്ദേഹം ലാഫിംഗ് വില്ല എന്ന് പറയുന്ന ഒരു വലിയ വീട് നിർമ്മിച്ച് ആ വീട്ടിൽ താമസിക്കുമ്പോഴും ഒരു കർഷകൻ ആയിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. കാരണം വലിയ ആഡംബരമായിട്ടുള്ള വേഷവിധാനങ്ങളോ അല്ലെങ്കിൽ ഒരു ലക്ഷറി ലൈഫോ എന്നും അദ്ദേഹത്തെ തേടി പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഒരു വലിയ വീട്. അത് ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ഒരു നടനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്ന രോഗം അദ്ദേഹത്തെ പിടികൂടുന്നത്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ചായ പോലും കുടിക്കാത്ത എൻ്റെ അനുജന് ലിവർ സിറോസ് പിടിപെട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു അസുഖമാണ് എന്നൊക്കെ സലീം കുമാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൃദയത്തിൽ തട്ടുന്ന
രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കമൽ സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമയിൽ വളരെ മനോഹരമായ ഒരു പാട്ടുണ്ട്, എന്തേ ഇന്നും വന്നീല. ഇങ്ങനെ തുടങ്ങുന്ന ആ പാട്ടിൽ ഒരു തബലിസ്റ്റായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സീനിൽ വർക്ക് ചെയ്തിരിക്കുന്ന അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന മുരളി സാറ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, എരിഞ്ഞോളി മൂസ, ഗീതാ സലാം, പിന്നെ സലീം കുമാർ. സലീം കുമാർ പറയുന്നത് ഇങ്ങനെയാണ് ആ പാട്ടിൽ, എരിഞ്ഞോളി മൂസ അന്തരിച്ചു, നടൻ മുരളി അന്തരിച്ചു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു, ഗീതാ സലാം അന്തരിച്ചു, ഇനി ഞാനാണ് എന്ന് പറയുന്ന ആ ചില വിഷ്വലുകൾ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ചില മീഡിയകളിൽ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ഒരു പക്ഷേ മരണം പ്രതീക്ഷിച്ചിരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അദ്ദേഹത്തിന് കരൾ സംബന്ധമായ ഒരു അസുഖമുണ്ടായിരുന്നു എങ്കിൽ തന്നെ അദ്ദേഹം മരണം മുന്നിൽ കണ്ടിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കാരണം ഈ ലാഫിംഗ് വില്ല എന്ന് പറയുന്ന മനോഹരമായ വീടിന് ചുറ്റും നല്ല ഏരിയ ഉണ്ട്, സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം പ്രത്യേകം ഒരു പൂന്തോട്ടമൊക്കെ തയ്യാറാക്കി അതിന് പുറകിൽ, വീടിന് പുറകിൽ വളർത്തു മത്സ്യങ്ങൾ, അതായത് ഓർണമെൻ്റൽ ഫിഷും വീട്ടിൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി വളർത്തുന്ന മത്സ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്താണ് ഈ ഒരു പൂന്തോട്ടം. ഈ പൂന്തോട്ടത്തിന് നടുവിൽ എന്നെ ദഹിപ്പിക്കണം. എന്നെ ദഹിപ്പിക്കുമ്പോൾ മതപരമായിട്ടുള്ള ഒരു ചടങ്ങുകളും, ഒരു ഹിന്ദു മരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു ചടങ്ങുകളും ചെയ്യരുത് എന്ന് അദ്ദേഹം കാലേക്കൂട്ടി വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, മക്കളോടും ഭാര്യയോടും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ യാതൊരുവിധ ചടങ്ങുകളോ മതപരമായിട്ടുള്ള മറ്റുള്ള ചടങ്ങുകളോ ഒന്നും ഇല്ലാതെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടന്നത്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് എല്ലാവിധ ആദരങ്ങളോടുകൂടിയും ആണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തിയത്. സാധാരണയായി നമ്മൾ കാണുന്നതിനപ്പുറം സലീം കുമാർ എന്ന് പറയുന്ന ഒരു നടന്, ഇപ്പോൾ സലീം കുമാർ എന്ന് പറയുന്ന ഒരു നടൻ മലയാളത്തിൻ്റെ ഒരു സൂപ്പർ താരം അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ സൂപ്പർ താരമല്ലാത്ത ഒരു നടന്, സാധാരണക്കാരനായ ഒരു മനുഷ്യനായ സലീം കുമാർ മരിച്ചപ്പോൾ മുഖ്യമന്ത്രി അടക്കം നാനാ തുറകളിൽ നിന്ന്, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിന്ന് ജനങ്ങളുടെ വൻപിച്ച ഒഴുക്കായിരുന്നു ലാഫിംഗ് വില്ലയിലേക്ക്. ഒടുവിൽ ജനസാഗരത്തെ സാക്ഷി നിർത്തി അദ്ദേഹം എരിഞ്ഞടങ്ങി. ഒരിക്കലും നമുക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു സംഭവം അവിടെ നടന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ചന്തു ഹൃദയം പൊട്ടിക്കൊണ്ട് തൻ്റെ അച്ഛൻ്റെ ജീവനില്ലാത്ത ആ ശരീരം മുന്നിൽ ചിതയിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അഗ്നി ആ ശരീരത്തെ ഒരു പിടി ചാരമാക്കി മാറ്റും. ആ കഠിനമായ വേദനയും ആ അച്ഛനെ പിരിയുന്ന ആ അവസ്ഥയിൽ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുകയാണ്, ചന്തു കാരണം ഏറ്റവും വലിയ നഷ്ടം ആ അമ്മയ്ക്കും ആ രണ്ട് മക്കൾക്കുമാണ്. തൻ്റെ അച്ഛനെ, തൻ്റെ ഭർത്താവിനെ പിരിയുന്ന ആ വേദനയിൽ. നമുക്കറിയാം അദ്ദേഹം ഒരു നടനാണ്, ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു സെൽഫി സ്റ്റിക്കും പിടിച്ച് ഒരു മൊബൈലും എടുത്ത് അവിടെ ചന്തു സലീം കുമാർ കരയുന്നു, വിങ്ങിപ്പൊട്ടുന്നു, അല്ലെങ്കിൽ ആരോമൽ സലീം കുമാർ വിങ്ങിപ്പൊട്ടുന്നു, അല്ലെങ്കിൽ സലീം കുമാറിൻ്റെ ഭാര്യ സലീം കുമാറിനെ പട്ടടയിലേക്ക് എടുക്കുമ്പോൾ തളർന്നു വീഴുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള എക്സ്ക്ലൂസീവ് ഒപ്പിയെടുക്കുന്നതിനായി അവിടെ മീഡിയക്കാരുടെ ഒരു പട തന്നെയുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, അവിടെ ഒരു അച്ഛന്, ഒരു മകന് അച്ഛനെ നഷ്ടപ്പെടുകയും ഒരു ഭർത്താവിനെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ഭാര്യയുടെ വേദന.
നമ്മളത് മനസ്സിലാക്കണം. എന്തിന് ഒരു ആക്സിഡൻറ്റ് നടന്നാൽ പോലും ആ ആക്സിഡൻറ്റിൽ ടയറിനടിയിൽപ്പെട്ടിരിക്കുന്ന ആളിനെ രക്ഷിക്കുന്നതിന് പകരം അത് എക്സ്ക്ലൂസീവായിട്ട് ലൈവ് വിടുന്ന മീഡിയക്കാരെയാണ് നമ്മളിവിടെ കാണുന്നത്. ഹൃദയവേദന കൊണ്ട് പറയുകയാണ്, നമ്മൾ ഇനിയെങ്കിലും സമൂഹത്തിന് വേണ്ട, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ച ആ വലിയ നടനെ പോലെയുള്ള ആൾക്കാർ മരിക്കുമ്പോൾ സ്വസ്ഥമായിട്ട് ആ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ ഹൃദയഭേദകമായ ആ ഒരു നിമിഷത്തിൽ ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന ആ അവസാനത്തെ ആ ചടങ്ങ്, അച്ഛനെ യാത്രയാക്കുന്ന അച്ഛനെ സംബന്ധിച്ച് അവസാനത്തെ ആ ചടങ്ങ് പൂർത്തിയാക്കാൻ ആ കുടുംബത്തിന് ഒരു അവസരം പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു രീതികളാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ മനഃപൂർവ്വമല്ലായിരിക്കാം. എന്നിരുന്നാലും നമ്മൾ സ്വയം ചിന്തിക്കണം അത് ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾ ഒരല്പമൊക്കെ നമ്മളൊരു കൺട്രോൾ അത്തരം സ്ഥലങ്ങളിൽ എടുക്കേണ്ടത് ആവശ്യമല്ലേ. എന്തായിരുന്നാലും നഷ്ടം മലയാള സിനിമയ്ക്കും നല്ല സിനിമയെ, നല്ല നടന്മാരെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്കുമാണ്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് സലീം കുമാർ എന്ന് പറയുന്ന ആ ഒരു വലിയ നടന് പ്രണാമങ്ങളോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.